ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ലിയോ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം, അത് ആർക്കൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നൊന്നും മിക്കവർക്കും അറിയത്തില്ലായിരിക്കും. ഞാനൊരു ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഒന്നും അല്ല, പക്ഷേ എൻ്റേതായ രീതിയിലുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 24 മണിക്കൂറിന്, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഒരു സൈക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഒന്ന് നമ്മുടെ ഈറ്റിംഗ് പീരീഡും മറ്റതെന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റിംഗ് പീരീഡുമാണ്. അതായത് ഈറ്റിംഗ് പീരീഡിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. പിന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് പീരീഡ് ഉണ്ട്, അതായത് കുറേ അധികം മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഭക്ഷണം കഴിക്കാതാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ അധികം സമയം നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി നമ്മൾ കഴിച്ച ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം എന്ത് ചെയ്യും, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ശരീരം ബേൺ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള കലോറീസ് ബേൺ ആവുകയും ഫാറ്റ് ബേൺ ആവുകയും അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ടൈമിനാണ് നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ അധികം സമയം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഭക്ഷണം എന്ത് ചെയ്യുന്നു, അത് അതിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അത് തന്നെ ശരീരം ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മളെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് നീർക്കെട്ടുകൾ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെൽസ് റിപ്പയർ ചെയ്യാനും നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻലി നമുക്ക് 3 മെത്തേഡ്സാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിലുള്ളത്. ഒന്ന് 16:8 മെത്തേഡ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 5:2 ഡയറ്റ്, മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് ഡേ. ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഈ ഒരു ടൈമിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈറ്റിംഗ് വിൻഡോയും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് സൈക്കിളും തമ്മിലുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സമയം, അല്ലെങ്കിൽ 2 സമയം നമ്മൾ ഈ ഒരു മെത്തേഡ്സിനകത്ത് കാണുന്നത്. അപ്പം ഇത് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ, നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് സ്യൂട്ടാവുന്ന എന്താണ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിന് ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. അപ്പം ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 16:8 എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ 16 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാസ്റ്റ് ചെയ്യുന്നു, 8 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഈ ഒരു ടൈം നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഒരു 6 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് ചെയ്യുവാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു 10 മണിക്ക് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്രയും മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 16 മണിക്കൂർ എന്നുള്ളതൊന്ന് കുറയ്ക്കാം. അത് നമുക്ക് 14 മണിക്കൂറോ 12 മണിക്കൂറോ ഫാസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്രാജ്വലി എന്ത് ചെയ്യാം, ഈ സമയം കൂട്ടി 16 മണിക്കൂറിലേക്ക് നമുക്ക് എത്തിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു സമയം ഇവിടെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മുടെ ഒരു റുട്ടീൻ അനുസരിച്ച്, നമ്മുടെ വർക്ക് ടൈമൊക്കെ അനുസരിച്ച് നമുക്കിത് എന്ത് ചെയ്ത് ഫ്ലെക്സിബിളാണ്, നമുക്ക് മാറ്റാം. അതായത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചധികം മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ 16 മണിക്കൂർ 14 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് 5:2 ഡയറ്റ്. അതായത് ആഴ്ചയിൽ 5 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. പിന്നെ വരുന്ന ആഴ്ചയിൽ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് 2 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് കലോറി കുറവുള്ള ഭക്ഷണം കഴിക്കുന്നു. 500 to 600 മാത്രം കലോറി ഇൻടേക്ക് നടത്തുന്നു. അതായത് നമ്മൾ ഒരുപാട് കലോറി ഉള്ള ഭക്ഷണം കഴിക്കാതെ കലോറി വളരെ കുറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലൂടെ ചെയ്യുന്നതാണ് ഈ 5:2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് 1-2 ദിവസം മാറി മാറി നമ്മൾ ഫാസ്റ്റിംഗ് നടത്തുന്നു. ഫാസ്റ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച നമ്മൾ നോർമലായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു. അടുത്ത ദിവസം ചൊവ്വാഴ്ച നമ്മൾ എന്ത് ചെയ്യും, കലോറി വളരെ കുറവുള്ള ഭക്ഷണം കഴിക്കും. അതായത് കലോറി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കലോറി വളരെ കുറവായിരിക്കും. അപ്പം ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന 16:8 എന്ന് പറയുന്ന മെത്തേഡാണ്. അതായത് നമ്മൾ 8 hours നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, 16 hours കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു. അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ വീഡിയോയിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ 16 hours എന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 14 or 12 ഒക്കെ ആക്കിയിട്ട് ഗ്രാജുവലി 16ലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്.
നമ്മൾ പറഞ്ഞു ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു അല്ലാത്ത നമ്മുടെ ഈറ്റിംഗ് വിൻഡോയിൽ നമുക്ക് എന്തും കഴിക്കാമെന്ന്. പക്ഷേ അതിലും കൂടെ നമ്മൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിസിബിളായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതായത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മുടെ ഫുഡിനകത്ത് പ്രോട്ടീൻസ് വേണം, ഫൈബർ വേണം, വെജീസ്, ഹോൾ ഗ്രെയിൻസ് ഒക്കെ വേണം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും, പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഷുഗറിൻ്റെ ഇൻടേക്കും നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കാം. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഇനി ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ പ്രായമായിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവർ, പ്രോട്ടീൻസ് നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ട സമയത്തിലിരിക്കുന്നവർ ഇത് യൂസ് ചെയ്യാത്തതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാത്തവർക്ക് ഇത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസും ഹെൽത്തി ആൻഡ് ബ്യൂട്ടി ടിപ്സുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.